ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ഗ്രാവിറ്റി ഡാംസിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ സ്റ്റെപ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടറിൻ്റെ പ്രഷറും അതുപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ വരുന്ന നമ്മുടെ ടെയിൽ വാട്ടറിൻ്റെ പ്രഷറും എങ്ങനെയാണ് ട്രയാങ്കുലർ ഷേപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കണ്ടു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, നേരത്തെ നമ്മൾ വാട്ടർ പ്രഷർ കണ്ടത് നമ്മൾ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വാട്ടറിൻ്റെ, അതായത് എർത്ത് സർഫസിൽ നിൽക്കുന്ന ആ വാട്ടറിൻ്റെ പ്രഷറിൻ്റെ ഡയഗ്രാംസാണ് കണ്ടത്. ഇനി ഇതുപോലെ വരുന്ന വേറൊരു ഫോഴ്സ് അല്ലെങ്കിൽ വേറൊരു പ്രഷർ നമ്മൾ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രക്ചറിനെ അൺസ്റ്റേബിൾ ആക്കുന്ന വേറൊരു ഫോഴ്സ് കൂടി നമുക്കുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ അൺസ്റ്റെബിൾ ആക്കുന്ന അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കളയുന്ന നമ്മുടെ വേറൊരു ഫോഴ്സാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അപ്ലിഫ്റ്റ് ഫോഴ്സ് വരുന്നുണ്ട് അല്ലേ? അപ്ലിഫ്റ്റിങ് എന്താണ്, എങ്ങനെയാണ്, അതിനെ ബന്ധപ്പെട്ട കുറേ തിയറംസൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഇനി പോകുന്നില്ല. ഇനി അപ്ലിഫ്റ്റിൻ്റെ ആ ഒരു പ്രഷർ ഡയഗ്രാം എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് 4 സിറ്റുവേഷനിലുള്ള പ്രഷർ ഡയഗ്രാംസ് മനസ്സിലാക്കാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4 തരത്തിലും വേണമെങ്കിൽ വരാം. അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടേ നമുക്കിത് കൺഫേം ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഇത് എങ്ങനെയാണ്, എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സോ ഫസ്റ്റ് കേസ് നോക്കുക. കേസ് 1, നോ ടെയിൽ വാട്ടർ പ്രഷർ ആൻഡ് കട്ട് ഓഫ്സ് ബിലോ ദ ഡാം. അതായത് സിംപ്ലി ഒരു ഡാമിൻ്റെ സ്ട്രക്ചർ മാത്രം, സിംപ്ലി നമ്മളിവിടെ ഒരു ഡാമിൻ്റെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ടെയിൽ വാട്ടർ, അതായത് ഡൗൺ സ്ട്രീം സൈഡിൽ പ്രത്യേകിച്ച് വാട്ടറൊന്നുമില്ല. അതുപോലെ അപ്സ്ട്രീം സൈഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എച്ച് ഹൈറ്റിൽ നമ്മൾ വാട്ടർ നിൽക്കുന്നുണ്ട്. ദെൻ അവിടെ ഡാമിൻ്റെ ബോട്ടത്തിൽ വെർട്ടിക്കൽ കട്ട് ഓഫോ അല്ലെങ്കിൽ പൈലുകളോ, നമ്മൾ ബ്ലൈസ് തിയറിയിലും കോസ്റ്റാസ് തിയറിയിലൊക്കെ പഠിച്ച പോലെ പൈൽസോ അല്ലെങ്കിൽ വെർട്ടിക്കൽ കട്ട് ഓഫോ വേറെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെ ഒന്നുമില്ല. അത് സിംപ്ലി നമ്മളെ ഒരു ഡാം ഷേപ്പ് വിച്ച് ഈസ് നോട്ട് ഹാവിങ് എനി വെർട്ടിക്കൽ കട്ട് ഓഫ്സ് ഓർ കട്ട് ഓഫ്സ് ബിലോ ദ ഡാം ബോഡി. അതുപോലെ തന്നെ ദർ ഈസ് നോ ടെയിൽ വാട്ടർ. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന പ്രഷറിൻ്റെ ഡയഗ്രാം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. ട്രയാങ്കുലർ ഷേപ്പിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഡാമിൻ്റെ എൻഡ്, അതായത് ടോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും, ടോ ആൻഡ് ഹീൽ. ഡാമിൻ്റെ ടോ വരുന്ന റീജിയനിലേക്ക് എന്താണ് 0 ആണ് നമ്മൾ അപ്ലിഫ്റ്റിംഗ് പ്രഷർ എടുക്കുന്നത്. അതുപോലെ തന്നെ ഹീൽ എൻഡ്, അതായത് വാട്ടർ പെർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന പോർഷൻ ഹീലായിരിക്കും അല്ലേ? ഡാമിൻ്റെ ബോഡിൻ്റെ ബോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹീലിലാണ്, എൻഡ് ചെയ്യുന്നത് ടോയിലാണ്. സോ അവിടെ നമുക്ക് γW/H ആണ് എന്ത്, പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി. ദെൻ അത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. നമ്മളെ ഹീലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഡാമിൻ്റെ ഹീലിൽ നിന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ B/3 ഡിസ്റ്റൻസിൽ, അതായത് ബേസ് വിഡ്ത്തിൻ്റെ 1/3 ഡിസ്റ്റൻസിലും, ദെൻ ടോയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 2/3 ടൈംസ് ബിയിലുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു അപ്ലിഫ്റ്റിംഗ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ്, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ടെയിൽ വാട്ടർ ഈസ് പ്രസൻറ്റ് ബട്ട് നോ കട്ട് ഓഫ്സ് ബിലോ. അതായത് ടെയിൽ വാട്ടർ ഉണ്ട് പക്ഷേ കട്ട് ഓഫ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ എച്ച് ഹൈറ്റിൽ അപ്സ്ട്രീം സൈഡിൽ ഇവിടെ വാട്ടർ ഉണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ച വാട്ടർ ഉണ്ട്. H' ഹൈറ്റിൽ ഡൗൺ സ്ട്രീം സൈഡിലും വാട്ടർ നിൽക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ വരുന്ന അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് γW/H, അതായത് അപ്സ്ട്രീം സൈഡിൽ വരുന്ന വാട്ടറിൻ്റെ ഹൈറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, അത്ര ഇൻറ്റൻസിറ്റി എവിടെ ഉണ്ടാവും, നമ്മളെ എന്താ പറയുക ഹീലിൻ്റെ ആ റീജിയനിൽ ഉണ്ടാവും. ദെൻ ടോയുടെ റീജിയനിൽ ഡൗൺ സ്ട്രീം എൻഡിൽ എത്തുമ്പോൾ എന്താണ് γW/H', അവിടുത്തെ വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റിൽ എന്ത് ഉണ്ടാവും, അവിടെയും ഇൻറ്റൻസിറ്റി ഉണ്ടാവും. സോ ഇവിടെ ഒരു ഇറഗുലർ ഷേപ്പാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരൊറ്റ സെൻട്രോയിഡായിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. നമ്മൾ കാൽക്കുലേഷൻസ് ഈസിയർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിനെ 2 പാർട്ടായിട്ട് ഇവിടെ നമുക്ക് കാണാം ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സിംഗിൾ ഫോഴ്സാക്കി മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിനൊരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ആക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ കാണാനും ഇതിൻ്റെ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും സെൻട്രോയിഡ് കണ്ടിട്ട് സെൻട്രോയിഡ് കൊണ്ട് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൊമെൻറ്റ് കാണാനൊക്കെ എന്താവും, ഈസിയർ ആയിരിക്കും. അപ്പോൾ U1 എന്നുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഏരിയയിൽ വരുന്ന ഫോഴ്സിനെ ഒരു സിംഗിൾ ഫോഴ്സായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് B/2 ഫ്രം ദ ടോ ആസ് വെൽ ആസ് B/2 ഫ്രം ദ ഹീൽ, നേരെ മിഡിലായിരിക്കും. ഇനി ട്രയാങ്കുലർ ആയിട്ടൊരു ഏരിയ താഴെ കാണിച്ചിട്ടുണ്ട് U2 എന്ന് മാർക്ക് ചെയ്തൊരു അപ്ലിഫ്റ്റ് പ്രഷർ. അതിൻ്റെ ഫോഴ്സിനെ നമ്മൾ കാണിക്കുന്ന സമയത്ത് അത് ട്രയാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ലാർജർ സൈഡ്, ആ ട്രയാങ്കുലർ ലാർജർ സൈഡിൽ നിന്ന് B/3ലും സ്മോളർ സൈഡിൽ 2B/3 ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ആക്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് U1 U2ൻ്റെ സിംഗിൾ കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് കണ്ടതിന് ശേഷം അതിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എന്തായാലും പറയാം. അപ്പോൾ ഇതിൽ ഈ 4 കേസിൽ ഏതെങ്കിലും ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ,
Then our third case is no tail water but cut offs are present. അതായത് tail water ഒന്നുമില്ല, കട്ട് ഓഫ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഈ അടുത്തൊരു സിറ്റുവേഷൻ പറയുന്നത് നമ്മൾ ഡാമിൻ്റെ ബോഡിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ ബോട്ടത്തിൽ എന്തെങ്കിലും എക്സ്ട്രാ കട്ടിങ്ങുകൾ, കട്ട് ഓഫുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ സമയത്താണ് പറയുന്നത് ഡ്രെയിനേജ് ഹോൾസ് പ്രൊവൈഡ് ആസ് അറ്റ് ദ കട്ട് ഓഫ്. അതായത് എച്ച് ഹൈറ്റുള്ള ഒരു ഡാമിൽ നമ്മൾ ഡ്രെയിനേജ് ഹോള് പോലുള്ള എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് അവിടെ കാണാം, ഒരു ഡാർക്ക്ഡ് ലൈനായിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുത്ത സിറ്റുവേഷൻ ആണെങ്കിൽ. അതുപോലെ തന്നെ ഇതേ സിറ്റുവേഷൻ വരുന്ന ഒന്നാണ് എന്ത്, ഇൻസ്പെക്ഷൻ ഗാലറികൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോള് കാണാം നിങ്ങൾക്ക്, നമ്മൾ ട്രയാങ്കുലർ ഷേപ്പിൽ കാണിച്ച ഡാമിൻ്റെ ഉള്ളിലൊരു ഹോള് കാണാം. അതായത് ഗാലറീസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ തിയറി പറഞ്ഞ സമയത്ത് നമ്മൾ PPT-യിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഗാലറീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വരുന്ന പ്രഷർ ഡയഗ്രം എന്ന് പറയുന്നത്, അതായത് അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും. അതായത് ഇതിൻ്റെ ഒരു എൻഡിൽ 0, അതുപോലെ തന്നെ നമ്മളെ ഹീൽ റീജിയണിൽ γW/H. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ഹൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എലിമെൻ്ററി പ്രൊഫൈലിൻ്റെ ഹൈറ്റ്, നമ്മൾ വാട്ടറിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ഇതിനെ നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഡിഫറെൻറ്റ് ഏരിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ 3 ഏരിയസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു 2 ട്രയാങ്കുലർ ഏരിയയും ഒരു റെക്റ്റാങ്കുലർ ഏരിയ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫിഗർ നോക്കുക, അതിൽ നമുക്ക് ടോ എൻഡിൽ നമുക്ക് 0 ആണ് പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി, ഹീൽ എൻഡിൽ γW/H ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ഈ ഒരു കട്ട് ഓഫ് കൊടുത്ത ലൈനിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്ന ഇൻറ്റൻസിറ്റി കാണണം. അത് കാണുന്നത് γW/H ഹോൾ ഡിവൈഡ് ബൈ 3 ഓർ 1/3 ഓഫ് ഹീൽ എൻഡ്. നമ്മൾ ഹീലിൽ ഉള്ള പോയിൻറ്റിൻ്റെ താഴെ വരുന്ന പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണോ അതിൻ്റെ 1/3 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു കട്ട് ഓഫ് കൊടുത്ത ഭാഗത്ത് വരുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് γW/H ഹോൾ ഡിവൈഡ് ബൈ 3. ഓക്കെ, ദെൻ ഇങ്ങനെ എൻഡിൽ നമുക്ക് 0 വരും. അപ്പോൾ ഇതിനെ U1, U2, U3 3 പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ കാൽക്കുലേഷൻ ഈസിയർ ആക്കാൻ. സോ U1 എന്നുള്ള ഒരു ഏരിയ കൊണ്ടുള്ള പ്രഷർ എന്ത് ചെയ്യും, U1 എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ഇതിന് കാണാൻ പറ്റും സിമ്പിളായിട്ട്, അല്ലേ? നമുക്ക് ന്യൂമറിക്കലി ആക്കി കഴിഞ്ഞാൽ ആ ഏരിയ ഇൻറ്റു ഇൻറ്റൻസിറ്റി ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ എവിടെയാണോ ആക്ട് ചെയ്യുന്നത്, അപ്പോൾ മൊത്തം B ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അതിന് സെൻറ്റർ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, U1ൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എബൌട്ട് ഹീലാണോ എബൌട്ട് ടോ ആണോ എടുക്കുന്നതെന്നുള്ളത് നോക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്കത് ചെയ്യാനായിട്ട്. അങ്ങനെ ആ U1ൻ്റെ സെൻറ്ററിലേക്ക് ഹീലെന്നോ ടോന്നോ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അതുപോലെ U2-ൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ കാൽക്കുലേഷൻസ് പ്രൊസീഡ് ചെയ്യാം, ഫോഴ്സ് ആക്കി മാറ്റാം, ഡിസ്റ്റൻസ് കണ്ട് മൊമെൻറ്റിലേക്കൊക്കെ പോകും. U3 അതുപോലെ തന്നെ കേട്ടോ. സെയിം തന്നെയാണ് എന്ത് വരുന്നത്, ഡ്രെയിനേജ് ഗാലറി ഒക്കെ കൊടുത്ത സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ പ്രഷറിൻ്റെ ഡയഗ്രാം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കേസ് 4. 4th കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിൽ വാട്ടറും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫും ഉണ്ട്, രണ്ടും ഉള്ളൊരു സിറ്റുവേഷൻ. ടെയിൽ വാട്ടർ ഈസ് ദർ ആസ് വെൽ ആസ് കട്ട് ഓഫ്സ് ആർ പ്രൊവൈഡ്. അപ്പോൾ രണ്ടിനും സെയിം സിറ്റുവേഷനാണ്. ഇവിടെ നമുക്ക് കാണാം ഡ്രെയിനേജ് ഗാലറി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഒരു കട്ട് ഓഫ്, ഇവിടെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇനി ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് നോക്കാം. H ഹൈറ്റാണ് എന്ത് അപ്സ്ട്രീം സൈഡിലെ വാട്ടറിന് വരുന്നത്, H' ഹൈറ്റാണ് ഡൗൺ സ്ട്രീം സൈഡിലെ വാട്ടറിന് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കട്ട് ഓഫ് അല്ലെങ്കിൽ ഡ്രെയിനേജ് ഗാലറി പ്രൊവൈഡും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് വലിയൊരു ഡയഗ്രാം നമുക്ക് വരുന്നത് ഇവിടെയാണ്. നോക്കുക, γW/H, അതായത് അപ്സ്ട്രീം സൈഡിലെ വാട്ടറിൻ്റെ ഹൈറ്റ് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഇത്രയാണ് എന്ത് വരിക, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് ദ അപ്സ്ട്രീം സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഹീൽ റീജിയനിൽ. ദെൻ γW/H' ആണ് എവിടെ വരിക, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് ദ ഡൗൺ സ്ട്രീം സൈഡ്, ഡൗൺ സ്ട്രീം എൻഡ്, ദാറ്റ് ഈസ് അവർ ടോ റീജിയൻ. ദെൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ കട്ട് ഓഫ് കൊടുത്ത പോർഷനിൽ വരുന്ന നമ്മളുടെ ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്, γW/H' പ്ലസ് 1/3 ഓഫ് γW/H മൈനസ് γW/H'. അതെങ്ങനെ മനസ്സിലാക്കി നോക്കാം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കരുത്, അതെങ്ങനെ വന്നു എന്നുള്ള മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ലെഫ്റ്റ് എൻഡിൽ γW/H ഉണ്ട്, റൈറ്റ് എൻഡിൽ γW/H' ഉണ്ട്. ഇനി മിഡിലുള്ള പോർഷൻ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം, അത് γW/H-നേക്കാളും ചെറുതും γW/H'-നേക്കാളും വലുതുമാണ് ആ റീജിയൻ, അല്ലേ? സോ അത് കാണുന്നത് എങ്ങനെ നോക്ക്, γW/H', അപ്പോൾ എന്താ ഈ ഡോട്ടഡ് ലൈൻ വന്ന് നിൽക്കുന്ന ആ ഒരു ലെങ്ത്തായി, പ്ലസ് അതിൽ കൂടി എന്തുകൂടി ആഡ് ചെയ്യണം, 1/3 ഓഫ് ഇവരുടെ രണ്ടാണ് ഡിഫറൻസ്. അതായത് റൈറ്റ് എൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൗൺ സ്ട്രീം എൻഡിൽ വരുന്ന ഇൻറ്റൻസിറ്റി എത്രയാണോ അതിൽ കൂടി പ്ലസ് എന്താ ആഡ് ചെയ്യണം, 1/3 ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് γW/H ആൻഡ്
ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡാഷ്. ഇതാണ് ഈ ഇക്വേഷൻ വരുന്നത് കേട്ടോ. സോ ഇതിന് കമ്പ്യൂട്ടേഷൻ ഈസിയർ ആക്കാൻ വേണ്ടി നമ്മൾ U1 U2 U3 U4 അതായത് 2 ട്രയാങ്കുലർ പോർഷൻ, ഒരു റെക്റ്റാങ്കിൾ, അതുപോലെ വേറൊരു റെക്റ്റാങ്കിളായിട്ട് എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ ഇൻറ്റു അതിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് നമ്മളെ ഫോഴ്സിനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. U1 U2 U3 ദെൻ ഓരോന്നിൻ്റെയും നമ്മുടെ ഡിസ്റ്റൻസ്, അതായത് വിത്ത് റെസ്പെക്ട് ടു ഏത് പോയിൻ്റാണോ മൊമെൻറ്റ് കാണുന്നത് അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഓരോന്നിൻ്റെയും സെൻട്രോയിഡ് കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ കാണാൻ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, ആ സമയത്ത് ഒന്നുകൂടി ക്ലിയർ ആക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തത് നമ്മളെ ഫോർത്ത് കേസ് വരുന്നത്, അതായത് ടെയിൽ വാട്ടർ ആൻഡ് കട്ട് ഓഫ്സ് ആർ പ്രസൻറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അപ്ലിഫ്റ്റ് ഡയഗ്രത്തിൻ്റെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മുടെ സ്റ്റെബിലിറ്റി അനാലിസിസിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഇതുവരെ നമ്മൾ വരച്ച ഡാമിൻ്റെ ഷേപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുന്ന എലമെൻ്ററി പ്രൊഫൈലായിരുന്നു. എലമെൻ്ററി പ്രൊഫൈലും പ്രാക്ടിക്കൽ പ്രൊഫൈലും ഡിഫറൻസൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത്. തിയററ്റിക്കലി പറയുന്ന ഒരു ഷേപ്പ് ആണ് എലമെൻ്ററി പ്രൊഫൈൽ, അല്ലെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്താണ് എലമെൻ്ററി പ്രൊഫൈൽ എന്നുള്ളത് ഞാൻ പോകുന്നില്ല അതിലേക്ക്, അത് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ PPT-യിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രാക്ടിക്കൽ പ്രൊഫൈൽ വരുന്ന സമയത്ത് കറക്റ്റ് ട്രയാങ്കുലർ പോർഷൻ ഒന്നല്ല നമ്മളെ ഡാമിനുണ്ടാവുക. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സോളിഡ് ലൈന് കൊണ്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തതാണ് നമ്മുടെ ഡാം ബോഡി. എന്താ സിറ്റുവേഷൻ, എലമെൻ്ററി പ്രൊഫൈൽ ഉണ്ട്, അതിൻ്റെ പുറമെ എന്ത് ചെയ്തിട്ടുണ്ട്, എലമെൻ്ററി പ്രൊഫൈലിൻ്റെ ഈ ടോപ്പ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫ്ലാറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എലമെൻ്ററി പ്രൊഫൈലിൽ നമ്മൾ അപ്സ്ട്രീം സൈഡ് എന്താണ്, ആ വാള് പ്യുവർലി വേർട്ടിക്കലായിരുന്നു. ഇവിടെ എന്താണ് ഒരു റീജിയൻ വരെ വേർട്ടിക്കലും, അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വെർട്ടിക്കൽ അല്ല, അത് കഴിഞ്ഞ ശേഷം ഒരു ഇൻക്ലിനേഷനും ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേറൊരു ഫോഴ്സ്, അതായത് നമ്മുടെ ഈ ഒരു ഡാമിൽ വരുന്ന വേറൊരു ഫോഴ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വെയിറ്റ് ഓഫ് ദ ഡാമാണ്, ഡാമിൻ്റെ വെയിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഡാമിൻ്റെ സ്വന്തം വെയിറ്റ്, അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാം. പിന്നെ നമ്മുടെ സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോഴ്സസ് ഒന്ന് ഇവിടെ വരുന്നത് ഡാമിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. പിന്നെ ഒരു ഫോഴ്സ് വരുന്നത് നമ്മളെ വാട്ടറിൻ്റെ പ്രഷർ കാരണമുള്ള ഫോഴ്സ്, അതായത് സ്റ്റോർ ചെയ്ത വാട്ടർ അല്ലെങ്കിൽ എർത്ത് സർഫസിൻ്റെ എബോ ഡാമിൻ്റെ അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും നിൽക്കുന്ന വാട്ടറിൻ്റെ ഫോഴ്സുകൾ. പിന്നെ ഒന്ന് വരുന്നത് എന്താണ്, അപ്ലിഫ്റ്റിംഗ് ഫോഴ്സ് ഓഫ് വാട്ടർ. ഈ 3 ഫോഴ്സുകളാണ് നമ്മളിവിടെ എടുക്കുന്നത്. കാരണം ഈ 3 ഫോഴ്സുകളാണ് നമ്മൾ എലമെൻ്ററി പ്രൊഫൈലിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ സ്റ്റെബിലിറ്റി അനാലിസിസിലേക്ക് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഡാമിൻ്റെ വെയിറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് W1 W2 W3. അതായത് ഈ ഒരു ഇറഗുലർ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വെയിറ്റ് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഡാം മെറ്റീരിയൽ, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് മെറ്റീരിയൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ W1 W2 W3 കാണാം. അപ്പോൾ കാരണം എന്താ, W3 എന്ന് പറയുന്ന ഒരു ട്രയാങ്കുലർ ഫേസ് വരുന്ന ഒരു ഏരിയയാണ്, W1 എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ റീജിയൻ, W2 എന്താണ് ഒരു ട്രയാങ്കുലർ റീജിയനാണ്. ഓക്കെ, സോ നമ്മൾ ഈ സ്റ്റെബിലിറ്റി അനാലിസിസിലെ എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുന്നത് കംപ്ലീറ്റ് ഡാം ബോഡിക്കല്ല, ഒരു 1 മീറ്റർ തിക്കായിട്ടുള്ള ഒരു സെക്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡാമിൻ്റെ ഷേപ്പ് 1 മീറ്റർ തിക്നെസ്സിൽ എന്ത് ഉണ്ടാവും, ബാക്ക്വേർഡും കൂടി ഉണ്ടാവും. അതായത് യൂണിറ്റ് തിക്നെസ്സിലുള്ള ഇങ്ങനത്തെ ഒരു ഒരു പീസ് നമ്മൾ വലിയൊരു ഡാമിന് എടുത്തിട്ട് അതിനൊരു സ്ലൈസ് ചെയ്ത് ഒരു കട്ട് ചെയ്തൊരു പോർഷൻ എടുത്തിട്ട് മാറ്റി വെക്കുകയാണ്, സച്ച് ദാറ്റ് ഈ കാണുന്ന ഷേപ്പിലാണ് അതിനെ ക്രോസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. 1 മീറ്റർ തിക്നെസ് ഉണ്ട്, അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. അതിൻ്റെ വോള്യൂം അതിൻ്റെ വെയിറ്റ് ഒക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ W1 W2 W3 നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വെയിറ്റ് കിട്ടും. അതുപോലെ അതുകൊണ്ടുള്ള മൊമെൻറ്റ് നമ്മൾ ഹീലിലേക്കാണോ ടോയിലേക്കാണോ, അതായത് ഏതാണ് റെഫറൻസ് പോയിൻറ്റ് അതിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഫോഴ്സ് ആക്ടിൻ്റെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മൊമെൻറ്റും കിട്ടും. പിന്നെ ഇവിടെ വരുന്ന ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്ടർ പ്രഷർ കാണുന്നിടത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡ് വെർട്ടിക്കൽ അല്ല, അവിടെ ഒരു ഇൻക്ലിനേഷൻ ആയിട്ടുള്ളൊരു പാർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് P5 P4 H ഇങ്ങനെ നമുക്ക് 3 കാര്യങ്ങൾ കാണാം. ഇത് 3ഉം നമ്മളെ വാട്ടറിൻ്റെ പ്രഷറാണ്. അതായത് ഈ ഡാമിൻ്റെ ഫേസിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ഈ ഒരു W3 എന്ന് കാണിച്ചാൽ 3 മാർക്ക് ചെയ്ത പോർഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഫേസിൻ്റെ മുകളിലേക്കായിട്ട് ആക്ട് ചെയ്യും P4ഉം P5ഉം. അതായത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പോർഷൻ്റെ മുകളിൽ വരുന്ന വാട്ടറിൻ്റെ ഡൗൺവേർഡ് പ്രഷർ. ദെൻ ആ ഒരു പോർഷൻ കഴിഞ്ഞ് ഈ വരുന്ന ഭാഗങ്ങൾ, അതായത് ഈ കാണുന്നൊരു പോർഷൻ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വാട്ടർ കുറേ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്ത വാട്ടറിൻ്റെ പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ആ പ്രഷർ ഈ ഭാഗത്ത് സ്റ്റോർ ചെയ്ത വാട്ടറിൻ്റെ പ്രഷർ കാരണം വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സാണ് H മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഇൻക്ലൈൻഡ് പോർഷൻ ആയിട്ടുള്ള ഡാമിൻ്റെ പാർട്ടിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന P4ഉം P5ഉം. അപ്പോൾ അത് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയൊക്കെ ഏരിയ വെച്ചിട്ട് എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സെൻട്രോയിഡൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ മൊമെൻറ്റിലേക്ക് പോകാനായിട്ട്.
ദെൻ ഈ എച്ച് ആക്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെ ആയിരിക്കും? ക്യാപിറ്റൽ എച്ച് മൊത്തം ഹൈറ്റിൻ്റെ 1/3 ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നമുക്കിവിടെ ഇക്വേഷനിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഫൈ എന്ന് പറഞ്ഞ ടേം ഉണ്ട്, ഒരു ആംഗിൾ. അത് കാരണം എന്താണ്, ടോയുടെ അവിടെ നമ്മുടെ ഡാമിൻ്റെ ഫേസും വെർട്ടിക്കൽ പ്ലെയിൻ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അതുപോലെ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡിലെ ഫേസ് ഇവിടെ ഉണ്ടാക്കുന്ന മേക്ക് ചെയ്യുന്ന ആംഗിൾ, വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ന്യൂമറിക്കൽ ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കേസസും സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിനിൽ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നോക്കി മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റിനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.